ഹലോ, നമുക്കിന്ന് ഒരു കടച്ചക്ക, തിരുവനന്തപുരം ജില്ലയിലെ ശീമച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വീട്ടിൽ ഈ ശീമച്ചക്ക വേവിച്ച് തേങ്ങയൊക്കെ ഇട്ടൊരു വിഭവം തരാറുണ്ട്. ചായയോടൊപ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്, എന്നാലും കയ്യിലൊരു ശീമച്ചക്ക കിട്ടിയപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാമെന്ന് തോന്നി. അതിനുള്ള ശീമച്ചക്ക നല്ലോണം തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടായിട്ട് മുറിച്ച് അകത്തുള്ള പൂഞ്ച് കളയണം. അത് കഴിഞ്ഞ് നീളത്തിന് മുറിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കുക, സ്ക്വയർ കഷ്ണങ്ങളാക്കുക. ഇങ്ങനെ സ്ക്വയർ കഷ്ണങ്ങളാക്കി ശീമച്ചക്ക നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കും. ഇത് വേവാനായിട്ട് അധിക സമയമൊന്നും വേണ്ടി വരില്ല. വെള്ളം ഒന്ന് തിളച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും അധികമുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞ് ഈ വേവിച്ച ശീമച്ചക്കയെ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് ശീമച്ചക്ക വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ശീമച്ചക്ക വേവുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ തിരിങ്ങിയെടുക്കാം. ഒരു അരമുറി തേങ്ങ, ഒരു ശീമച്ചക്കയ്ക്ക് അരമുറി തേങ്ങ മതിയാകും. അപ്പം അരമുറി തേങ്ങ നമ്മൾ തിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അതിലേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 5-6 വറ്റൽ മുളക് ചെറുതായിട്ട് നുറുക്കിയതും ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉഴുന്ന് പരിപ്പ് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഉഴുന്ന് പരിപ്പ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഉഴുന്ന് പരിപ്പ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിരിങ്ങി വെച്ച അരമുറി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ശീമച്ചക്ക വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ശീമച്ചക്കയ്ക്കും ഈ ഇട്ട തേങ്ങയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ഒരുപാട് മൂക്കൊന്നും വേണ്ട. ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ശീമച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പീസസ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ ചായക്കൊപ്പമുള്ള വിഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മഴക്കാലമൊക്കെ അല്ലേ, വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഭവവും കട്ടൻ ചായയും പിന്നെ ജോൺസൺ മാഷും എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കണ്ടുവന്ന് നമ്മൾ കഴിച്ച് പരിചയിച്ച ഒരു വിഭവം. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.